എലത്തൂർ കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വിശ്വസിച്ച് ചതിച്ചു കൊലപ്പെടുത്തിയ വാർത്തയുടെ തെളിവെടുപ്പ് തുടരുകയാണ്. കോഴിക്കോട് എലത്തൂരിൽ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനുമായി പോലീസിന്റെ തെളിവെടുപ്പ്. കൊലപ്പെടുത്തിയത് താൻ തന്നെയെന്നും കുറ്റബോധമുണ്ടെന്നും തെളിവെടുപ്പിനിടെ പ്രതി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൊലപാതകത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് ഭാര്യയോട് എല്ലാം പറഞ്ഞെന്നാണ് വൈശാഖന്റെ വാദം. പക്ഷേ ഇത് പോലീസ് തള്ളുകയാണ്. ഈ കൊലപാതകം നടത്തിയ ഇൻഡസ്ട്രിയൽ, അതായത് വർക്ക്ഷോപ്പിലെ തെളിവെടുപ്പിനിടെ നിർണായക CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എനിക്ക് പിന്നിൽ കാണുന്ന വൈശാഖന്റെ ഐഡിയൽ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടാണ് പോലീസ് ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്തിയത്. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വൈശാഖനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 2 വരെ വൈശാഖൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളും ഒപ്പം തന്നെ ചില ഊഹാപോഹങ്ങളും ഒക്കെ തന്നെയും പോലീസ് കേട്ടിരുന്നു. അത് കൃത്യമായി തന്നെ പരിഹരിക്കാനും വൈശാഖനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ച പ്രതി വൈശാഖനെ വീണ്ടും ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു പോലീസ് തെളിവെടുപ്പ് നടപടികളിലേക്ക് കടന്നത്. 26-കാരിയെ കൊലപ്പെടുത്തിയ സ്ഥാപനത്തിൽ, അതായത് ഇപ്പോൾ കാണുന്ന ഈ സ്ഥാപനത്തിൽ എത്തിയായിരുന്നു ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്തിയത്. വൈശാഖൻ പോലീസിന് നൽകുന്ന മൊഴി അനുസരിച്ച് ഇങ്ങനെയാണ്. അതായത് യുവതിക്ക് ഉറക്ക ഗുളിക കലർത്തിയ ശീതളപാനീയം താൻ ഇവിടെ വെച്ചാണ് നൽകിയതെന്നും ഇതിനുശേഷമാണ് ഒരുമിച്ച് കഴുത്തിൽ കുരുക്കിട്ടതെന്നും വൈശാഖൻ ഈ ചോദ്യം ചെയ്യലിനിടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ CCTV ദൃശ്യങ്ങളടക്കമാണ് ഇന്ന് രാവിലെ പോലീസ് പുറത്തുവിട്ടിരുന്നത്. ആ CCTV ദൃശ്യങ്ങളിലടക്കം കൃത്യമായി തന്നെ സൂചനകൾ, തെളിവുകളെല്ലാം തന്നെ പോലീസിന് ലഭിക്കുകയുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ പോലീസ് പുറത്ത് വിട്ടത്. യുവതിക്ക് ഉറക്കഗുളി കലർത്തിയ ശീതളപാനീയം ഇവിടെ വെച്ചാണ് നൽകിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞിരുന്നത് ഒരുമിച്ച് കഴുത്തിൽ കുരുക്കിട്ടു എന്നാണ് ഈ അന്വേഷണ സംഘത്തിനോട് ചോദ്യം ചെയ്യലിനിടെ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ലൈംഗിക അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഒന്നും തന്നെ വൈശാഖൻ നൽകിയിട്ടില്ല. അതിനു മുൻപ് പറഞ്ഞത് ഒരുമിച്ച് മരിക്കാൻ സാധിക്കാത്തതിൽ കുറ്റബോധമുണ്ട് എന്ന് വൈശാഖൻ മാധ്യമപ്രവർത്തകരോട് ഈ തെളിവെടുപ്പ് നടക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി വൈശാഖൻ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, രണ്ടാമത് ഈ ശീതളപാനീയം വാങ്ങിയ മാളിക്കടവിലെ ആ ബേക്കറിയുടെ മുന്നിൽ എത്തിയിട്ട് വൈശാഖിനോട് അവിടെയും മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയപ്പോൾ താൻ ആശുപത്രിയിൽ വെച്ച് തൻ്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നാണ് അവിടെ വെച്ച് വൈശാഖൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വൈശാഖൻ പറയുന്ന ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. പോലീസ് വൈശാഖൻ പറഞ്ഞ ഈ വാദമുഖങ്ങളെ എല്ലാം തന്നെയും എതിർക്കുകയുമാണ് ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കേസും കൂടെ ഇന്ന് വൈശാഖിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ വൈശാഖിനെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. അതായത് 16 വയസ്സ് മുതൽ യുവതിയെ പീഡനത്തിനിരയാക്കി എന്നുള്ള വൈശാഖിന്റെ തന്നെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പോക്സോ കേസ് വൈശാഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഫെബ്രുവരി 2 വരെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വൈശാഖിനെ തുടർന്നുള്ള ദിവസങ്ങളിലും തെളിവെടുപ്പിനായും കൊണ്ടുവരും. കൃത്യമായി തന്നെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ഇന്ന് രാവിലെ വന്ന CCTV ദൃശ്യങ്ങളിലടക്കം ഭാര്യയും ഒപ്പം തന്നെ കാറിൽ കയറി പോകുന്നത് കണ്ടു. ഭാര്യയ്ക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഏതായാലും വൈശാഖൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെയും പോലീസ് അത്ര വിശ്വാസത്തിലെടുക്കുകയോ മുഖവിലെടുക്കുകയോ ചെയ്തിട്ടില്ല. പോലീസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്നുള്ള പോലീസ് പറയുന്നത്. വൈശാഖൻ പറയുന്ന കാര്യങ്ങൾ, അതായത് കുറ്റസമ്മതം വൈശാഖൻ നടത്തി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസും സമ്മതിക്കുന്നുണ്ട്. അതായത് തനിക്ക് കുറ്റബോധമുണ്ട് എന്ന് വൈശാഖൻ മാധ്യമപ്രവർത്തകരോടും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിനിടയിലും പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് വ്യക്തത വരുത്തുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.